നമസ്കാരം. UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ മുസ്ലിം ഭരണമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട്. ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, കേരളത്തിൽ ഇനി മുസ്ലിം ഭരണമാണ്, ലീഗ് അഭിപ്രായം പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഞെട്ടിക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹം നടത്തി. വാസ്തവത്തിൽ CPM അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്ത വെള്ളാപ്പള്ളി നടേശന് കോൺഗ്രസ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു അജണ്ടയാണ്, CPM സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അജണ്ടയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിം ഭരണമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു അജണ്ടയാണ്. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടക്കണം നിശ്ചയിച്ചുറപ്പിച്ചാണ് CPM പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആരും ഇതുവരെ സ്വപ്നത്തിൽ പോലും കരുതാതിരുന്നിട്ടും PK കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം AK ബാലൻ രംഗത്തിറങ്ങിയത്. നോക്കൂ, ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല, ലീഗ് ആഗ്രഹിക്കുന്നില്ല, ലീഗ് എന്തിനേറെ ഉപമുഖ്യമന്ത്രി പദവി പോലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ലീഗിനായിരിക്കും ഉപമുഖ്യമന്ത്രി, കേരളം തീരാൻ പോകുന്നു എന്ന തരത്തിൽ കുറേ പ്രശ്നം കഴിഞ്ഞ നാളുകളുണ്ടായി. അതിന് തുടർച്ചയായി PK കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ശൂന്യതയിൽ നിന്നൊരു കഥയുമായി AK ബാലൻ രംഗത്ത് വന്നു. ഇത്തരത്തിൽ CPM സെറ്റ് ചെയ്തിരിക്കുന്ന നറേറ്റീവ് ഉണ്ട്. കേരളത്തിൽ UDF ഭരണം വന്നാൽ ഇവിടെ മുസ്ലിം ഭരണമായിരിക്കും, മറ്റുള്ളവർക്ക് രക്ഷയില്ല എന്നുള്ളൊരു ചിന്ത. ഈ ചിന്ത സാധാരണ മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ആ ചിന്തയുള്ളവരാണ് VD സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നത്. വിജയിച്ചാൽ ആരെ മുഖ്യമന്ത്രി ആക്കണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവൊക്കെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇന്നും നിലയുണ്ടായ രാഷ്ട്രീയ പാർട്ടിയല്ല. എന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ ലൈവായി നിർത്താൻ ആഗ്രഹിക്കുന്നതും അതിൻ്റെ ഒരു വേഷം VD സതീശന് കൊടുക്കുന്നതും CPM ആണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ വരുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. കേരളത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയ ധ്രുവീകരണം ആഗ്രഹിക്കുന്നവരുടെ ഒക്കെ ആഗ്രഹമാണ് VD സതീശൻ മുഖ്യമന്ത്രിയാവണം. VD സതീശൻ യോഗ്യതയുള്ള ആളാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം കേരളത്തെ നന്നായി നയിച്ച ആളാണ്. പിണറായിക്കെതിരെ ശക്തമായ സമരമുഖം തുറന്ന ആളാണ്. പക്ഷെ VD സതീശന്റെ രാഷ്ട്രീയ നിലപാട് മുസ്ലിം പക്ഷമാണ്. അതുകൊണ്ട് കേരളത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി മീഡിയ വണ്ണും സ്പോൺസർ ചെയ്ത ഒരു നേതാവിനെ പോലെയാണ് പലപ്പോഴും VD സതീശന്റെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ VD സതീശൻ ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. യോഗ്യതയല്ല പ്രശ്നം, നേരെ മറിച്ച് കേരളത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാവണമെങ്കിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് അവർ വിശ്വസിക്കുന്നു. അതിന് പ്രതിഫലനമാണ് ഇന്നലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയെ പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളെല്ലാം വാർത്ത ആഘോഷിച്ചതും വെള്ളാപ്പള്ളി നടേശൻ പോലും അഭിപ്രായം പറഞ്ഞതും. നിങ്ങൾ ആ പത്രസമ്മേളനം കണ്ടാൽ അറിയാം, പത്രങ്ങളും കൊണ്ട് ചോദിക്കുകയാണ്, ചോദിക്കുന്ന ഉത്തരം പറയണം. ഇത് തന്നെയായിരുന്നു പാണക്കാട്ടെ യുവതങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത്. അദ്ദേഹത്തോട് ചാനലുകൾ ചോദിക്കുന്നു, ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തുള്ള യോഗ്യത ഉണ്ടോ എന്ന്. ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ തന്നെ വാർത്ത വരുന്നു, ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശമുണ്ട് എന്ന് പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞു. വലിയ വാർത്ത. ഇത്തരത്തിലുള്ള സൃഷ്ടി തന്നെയാണ്. ഇന്നലെ ജനവികാരം VD സതീശന് അനുകൂലമാണ്. അതുകൊണ്ട് ജനവികാരം അനുസരിച്ച് UDF പ്രവർത്തിക്കണമെന്ന് ചോദിച്ചു. പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ജനവികാരം അനുസരിച്ച് മന്ത്രിസഭ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ജനവികാരം അനുസരിച്ച് സർക്കാർ നയങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. അപ്പം കോൺഗ്രസ് അങ്ങനെ പരിഗണിക്കുമല്ലോ. മുഖ്യമന്ത്രി സ്ഥാനം അത് നേരത്തെ തുടങ്ങിയതില്ല. അദ്ദേഹം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് VD സതീശനാണ്. കോൺഗ്രസിൽ അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധി എഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണല്ലോ വന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. UDF ജനവികാരത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് തങ്ങൾ പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ? അതെപ്പോഴും UDF അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭാവിയിൽ പിന്നെ ഭരണകാര്യത്തിൽ അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDF-ൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇവിടെ VD സതീശനെ മുഖ്യമന്ത്രി ആക്കാമോ, മറ്റാരെയും ആക്കരുത്, VD സതീശന് അനുകൂലമാണ് ജനവികാരം, അതുകൊണ്ട് VD സതീശൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ലീഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ല VD സതീശനെ പിന്തുണയ്ക്കുന്നു, VD സതീശനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പക്ഷേ കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും ഒക്കെ അടിക്കുന്നു, VD സതീശനാണ് ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ലീഗ് യോഗം കൂടി തീരുമാനിച്ചു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ലീഗ് നയം പ്രഖ്യാപിക്കും. ഞാൻ ലീഗ് നേതാക്കളെ വിളിച്ചു ചോദിച്ചു, ഇത് വല്ല വാസ്തവമുണ്ടോ? ലീഗ് നേതാക്കൾ എന്നോട് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആരെ മുഖ്യമന്ത്രിയാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് പാർട്ടിക്കുള്ളതാണ്. അതിന് എന്ത് മാനദണ്ഡം വേണം എന്ന് അവർ തീരുമാനിക്കട്ടെ. കോൺഗ്രസ് പാർട്ടി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ അവരെ പിന്തുണയ്ക്കും, ആരാണെങ്കിലും കുഴപ്പമില്ല. അതേസമയം ആരെ മുഖ്യമന്ത്രിയാക്കണം എന്ന് കോൺഗ്രസ് പാർട്ടി അഭിപ്രായം ലീഗിനോട് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമുണ്ട്. ആ ഉത്തരം ഞങ്ങൾ കൃത്യമായി കണക്ക് കൂട്ടി പറയും. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. ലീഗിന് അങ്ങനെ ഒരു ചർച്ചയില്ല, ലീഗിന് അങ്ങനെ ഒരു നയമില്ല. ഞങ്ങളോട് ചോദിക്കട്ടെ, ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരം പറയും. ചോദിക്കാതെ ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത് എന്ന് ലീഗ് പറയില്ല എന്നാണ് ലീഗ് നേതാക്കൾ എന്നോട് വ്യക്തമായി പറഞ്ഞത്. ഞാൻ ഇന്ന് ഒന്നിലധികം നേതാക്കളെ വിളിച്ചു ചോദിച്ചു. ഇതാണ് വാസ്തവം.
കോൺഗ്രസ് പാർട്ടിയുടെ നയം ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നത് ഘടകകക്ഷിയുടെ അഭിപ്രായം ചോദിക്കേണ്ടതില്ല എന്നാണ് ഞാൻ ഇന്നൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് അതിൽ ആർക്കെങ്കിലും കൂടുതൽ യോഗ്യതയോ ആർക്കെങ്കിലും അയോഗ്യതയോ ഇല്ല. വി ഡി സതീശന് ഒരു അയോഗ്യതയുമില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ തന്നെയാണ്. അതിലൊരു തർക്കവും ആർക്കുമില്ല. പക്ഷേ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അവർ ഇതുവരെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. നമ്മുടെ ചാനലുകൾ വെറുതെ ബഹളം വെക്കുന്നു. മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന പലരും അവരുടേതായ രീതിയിൽ കോപ്പുകൂട്ടുന്നു. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ ഈ വെയിറ്റ് നോക്കുമ്പോൾ വി ഡി സതീശന് സാധ്യത കുറയും എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. വി ഡി സതീശനാണ് 5 വർഷം കോൺഗ്രസ് പാർട്ടി നയിച്ചത്. വി ഡി സതീശന് മിടുക്കൊണ്ട് ഈ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള മെറിറ്റുകളൊന്നും വി ഡി സതീശന് അനുകൂലമല്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ സീനിയോറിറ്റി വെച്ച് നോക്കിയാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്ന എല്ലാവരുടെയും പിന്നിലാണ് വി ഡി സതീശൻ. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും AICC വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. വേണുഗോപാൽ AICC ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലാണ് വേണുഗോപാൽ. പ്രത്യേക ക്ഷണിതാവാണെങ്കിൽ കൂടി രമേശ് ചെന്നിത്തലയും വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. എന്നാൽ അത്തരം ഉയർന്ന പദവിയിൽ ഒരിക്കലും എത്തിയിട്ടില്ല. അത്തരം പദവിയിൽ ഇല്ലതാനും വി ഡി സതീശൻ. മാത്രമല്ല പാർട്ടിയുടെ സീനിയോറിറ്റി രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ജൂനിയറാണ്. ഭരണപരിചയം ഒരിക്കൽ പോലും മന്ത്രി പോലും ആയിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പാർട്ടിയുടെ സീനിയോറിറ്റിയിൽ വി ഡി സതീശൻ പിന്നിലാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പരിഗണിക്കുന്നത് MLA-മാരുടെ പിന്തുണയാണ്. വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന എത്ര MLA-മാരുണ്ടാവുമെന്ന് വി ഡി സതീശന് പോലും ഉറപ്പില്ല. മുഹമ്മദ് ഷിയാസ് ജയിച്ചു വന്നാൽ ഷിയാസ് പിന്തുണയ്ക്കുമെന്ന് അറിയാം. വി ഡി സതീശൻ അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തനിക്ക് താല്പര്യമുള്ളവരെ അദ്ദേഹത്തിന് പ്ലേസ് ചെയ്യാൻ സാധിച്ചില്ല. MLA-മാരുടെ പിന്തുണ ഭൂരിപക്ഷവും കെ സി വേണുഗോപാലിനും പിന്നെ രണ്ടാമത് രമേശ് ചെന്നിത്തലയ്ക്കുമാണ്. ഇത് തന്നെയാണ് രാജസ്ഥാനിൽ സംഭവിച്ചത്. ഗെലോട്ടിനും സച്ചിൻ പൈലറ്റിനും. ഇവരിൽ ആർക്കാണ് പിന്തുണ? രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടം പൈലറ്റിനെ ആയിരുന്നു. പക്ഷേ MLA-മാരുടെ പിന്തുണ ഗെലോട്ടിനായിരുന്നു. അങ്ങനെ ഒടുവിൽ ഗെലോട്ടിനാർക്ക് വീണു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഗണിക്കേണ്ടി വരുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ MLA-മാരുടെ എണ്ണമാണ്. MLA-മാരുടെ എണ്ണത്തിൽ ഒരു പിന്തുണയും വി ഡി സതീശനില്ല. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി വി ഡി സതീശൻ ഔട്ടാണ് എന്ന് പറയേണ്ടി വരും. അയോഗ്യനായതുകൊണ്ടല്ല, പക്ഷേ MLA-മാരുടെ എണ്ണത്തിൽ MLA-മാരുടെ പിന്തുണയിൽ പാർട്ടി സീനിയോറിറ്റിയിലൊക്കെ സതീശൻ പിന്നിലാണ്. ഇതൊക്കെ പരിഗണിച്ച് മാത്രമേ അവസാനം തീരുമാനമെടുക്കാൻ കഴിയൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 25 വർഷമായി MLA ആയിരിക്കുന്ന വി ഡി സതീശനെ ഒരിക്കൽ പോലും മന്ത്രിയാവാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ പോലും പരിഗണിക്കാവുന്ന PT തോമസ് ഒരിക്കൽ പോലും മന്ത്രിയായിട്ടില്ല. ഇതാണ് കോൺഗ്രസ് പാർട്ടി. ഇതൊക്കെ പരിഗണിക്കും. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹിന്ദു സമുദായങ്ങൾ NSS-ഉം SNDP-യും 2 നേതാക്കളും ശക്തിയുക്തം എതിർക്കുകയാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ. അതുകൊണ്ട് ജനപിന്തുണ എന്ന ഒറ്റ കാരണത്താൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് കരുതുന്നത് വ്യാമോഹമായിരിക്കും. മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി മീഡിയ വണ്ണും സതീശനെ സ്പോൺസർ ചെയ്യുന്നു. അത് വലിയ അയോഗ്യതയായി മാറും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലീഗ് പേരുദോഷം കേൾപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ്. ലീഗിനറിയാം ലീഗിനെ എങ്ങനെയാണ് പൊതുസമൂഹം കാണുന്നതെന്ന്. കാരണം ലീഗ് ഒരു മുസ്ലിം പാർട്ടിയാണ്. ആ മുസ്ലിം പാർട്ടി ആയതുകൊണ്ട് ലീഗിനെ ഭയത്തോടെ ആശങ്കയോടെ കാണുന്ന വലിയൊരു സമൂഹമുണ്ട്. ആ ഒരു ആശങ്ക ഒഴിവാക്കാൻ ലീഗ് പരമാവധി ശ്രമിക്കും. അതുകൊണ്ടാണ് ഒരാവശ്യവും ഇല്ലാതിരുന്നിട്ടും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ UDF-ലേക്ക് കൊണ്ടുവരാൻ ലീഗ് പരിശ്രമിച്ചത്. അങ്ങനെ ഒരു താല്പര്യം സതീശൻ ഉണ്ടായിരുന്നില്ല. അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഇല്ല. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം വന്നില്ലെങ്കിലും വിജയിക്കാമെന്നായിരുന്നു വിലയിരുത്തൽ. പക്ഷെ എന്നിട്ടും ലീഗ് പറഞ്ഞു അവർ വരട്ടെ, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അതിനൊക്കെ ലീഗ് ശ്രമിച്ചത് ഉപമുഖ്യമന്ത്രി എന്ന അവകാശവാദം ഉന്നയിക്കാത്തത്, ഇക്കുറി സീറ്റ് കൂടുതൽ ചോദിക്കാതിരുന്നതൊക്കെ ഈ പേരുദോഷം ഒഴിവാക്കാനാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ലീഗ് ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിയാൽ നിയന്ത്രിക്കപ്പെടുന്നു, മീഡിയ വണിലാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അമിതമായ ആവേശപ്രകടനം നടത്തുന്നത് കൊണ്ട് KM ഷാജിക്ക് മന്ത്രിസ്ഥാനം പോലും ലീഗ് നിഷേധിച്ചേക്കുമെന്നാണ്. അത്ര ജാഗ്രതയോടാണ് ലീഗ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് വി ഡി സതീശനെ പരസ്യമായി പിന്തുണച്ചു. വി ഡി സതീശൻ ഇവിടെ രംഗത്ത് വരും എന്നുള്ള വിലയിരുത്തൽ വ്യാഖ്യാനം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വി ഡി സതീശന് യോഗ്യതയുണ്ടെങ്കിലും ജനപിന്തുണയുണ്ടെങ്കിലും മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത അനുനിമിഷം കുറഞ്ഞു വരികയാണ് എന്ന വാസ്തവം അംഗീകരിച്ച മതിയാവും.